7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളാണ് മാങ്ക വേൾഡ് എനിക്ക് പരിചയപ്പെടുന്നത്, ജാപ്പനീസ് കോമിക്സ്. ഇപ്പം നേപ്പാളിൽ നടന്ന കലാപത്തിൻ്റെ പുറകിൽ ഈ ജാപ്പനീസ് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ റോള് വളരെ അത്ഭുതത്തോടെ ആശങ്കയോടെയാണ് വായിച്ചത്. 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകൻ്റെ ഹീറോ ആണെന്ന് വെച്ചാൽ നരൂട്ടോ ആണ്. അപ്പോൾ അവൻ്റെ ടീച്ചറോട് നരൂട്ടോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് സുൽത്താൻ ബത്തേരിയിലെ ബീനാച്ചിയിലെ ഒരു വീട്ടിലാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇവിടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് ജഗദീഷ് വില്ലോടി. സ്വാഗതം ജഗദീഷ്. നമുക്കറിയാം ജെൻസിയാണ് ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ജെൻസി പിള്ളേർ പല നാടുകളിലും ഇറങ്ങി സമരം ചെയ്ത കഥകൾ വരെ നമ്മൾ ഈ അടുത്ത് കണ്ടു. നമ്മളെല്ലാം ഡിജിറ്റൽ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നവലിബറൽ കാലത്ത്, ആൽഗോരിതങ്ങളുടെ കാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മളൊക്കെ എന്തെല്ലാം കെണികളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിരന്തരം സംസാരിക്കുന്ന, എഴുതുന്ന, ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ജഗദീഷ്. സ്വാഗതം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷനിലേക്ക്. നമുക്കാദ്യം ഈ വീടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വിഷയവുമായി കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ, ജഗദീഷിന്റെ മക്കൾ ഈ പുസ്തകങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായിട്ട് വായനയോടുള്ള താല്പര്യം കൊണ്ടാണ് നമ്മൾ പുസ്തകത്തിലേക്ക് ഇതാവുന്നത്. അപ്പോൾ മാറിയ കാലഘട്ടത്തിൽ വായന അത്ര എളുപ്പമുള്ള ഒരു ഇതല്ല. എങ്കിൽ പോലും പുസ്തകങ്ങളോടുള്ള അടുപ്പം വെച്ചിട്ട് നമ്മൾ ഓരോ പുതിയ പുസ്തകങ്ങൾ വാങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ വായനയ്ക്ക് മറ്റൊരു തലമുണ്ട് എന്ന് ഞാൻ അറിയുന്ന എൻ്റെ മക്കളിലൂടെയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളാണ് മാങ്ക വേൾഡ് എനിക്ക് പരിചയപ്പെടുന്നത്, ജാപ്പനീസ് കോമിക്സ്. അപ്പോൾ നിറയെ എല്ലാ റൂമിലും ബുക്ക് ഷെൽഫുകളുള്ള ഈ വീട്ടിലെ അതിലൊന്നും താല്പര്യം പ്രകടിപ്പിക്കാത്ത ആള് ഈ മാങ്ക സീരീസ് കിട്ടിയതോടെ 14ഓളം പുസ്തകങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർക്കുന്നതിന് വിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ ഒരു കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കിയായിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന പുസ്തകത്തിനാണോ കുഴപ്പം, അതല്ല അവരുടെ ടേസ്റ്റിനനുസരിച്ച് പുസ്തകം കൊടുക്കാത്തതാണോ എന്നത് വെച്ചാണ് ഈ മാങ്ക ഉൾപ്പെടെ പുസ്തകങ്ങൾ ഞാനും വായിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത്തരം പുസ്തകങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വേണ്ടിയുള്ളതുണ്ട്. അപ്പോൾ പിന്നീട് കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ച സമയത്ത് ഇത് ഓരോ ഏജ് കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള മാങ്ക സീരീസുകളുണ്ട്. അത് ലോകത്ത് വളരെ വ്യാപകമായിട്ട് ലോകമെമ്പാടും വിറ്റഴിയുന്ന സീരീസുകളാണ്. ഈ മാങ്ക സീരീസുകൾ വായിച്ചു തുടങ്ങിയതോടെ അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകമാണെന്ന് മനസ്സിലായി. പിന്നീടാണ് ശ്രദ്ധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജെൻസിയിൽ ഉൾപ്പെടെയുള്ള തലമുറകൾ എങ്ങനെയാണ് നിലവിലുള്ള നമ്മുടെ സാമൂഹിക രാഷ്ട്രീയത്തെ ഉൾപ്പെടെ നോക്കിക്കാണുന്നത് എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം നേപ്പാളിൽ നടന്ന കലാപത്തിൻ്റെ പുറകിൽ ഈ ജാപ്പനീസ് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ റോള് വളരെ അത്ഭുതത്തോടെ ആശങ്കയോടെയാണ് വായിച്ചത്. പിന്നീടാണ് അത് മനസ്സിലാവുന്നത് അത് പിന്നെ നേപ്പാളിൽ മാത്രമല്ല, മറ്റ് ഇന്തോനേഷ്യയിലായി കഴിഞ്ഞാലും ഈവൻ ചൈനയിൽ വിനി ദ പൂ നിരോധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വായിക്കാൻ ഇടയായി. അതുമാത്രമല്ല, ലോകമെമ്പാടും നടക്കുന്ന പുതിയ പ്രക്ഷോഭങ്ങളിൽ ഒരു ഐക്കണായി മാറുകയാണ് ഇത്തരം കഥാപാത്രങ്ങൾ. അപ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകൻ്റെ ഹീറോ ആണെന്ന് വെച്ചാൽ നരൂട്ടോ ആണ്. അപ്പോൾ അവൻ്റെ ടീച്ചറോട് നരൂട്ടോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയില്ല. അവരുടെ ലോകം വ്യത്യസ്തമാണ്. അപ്പോൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റി അല്ലേ സത്യം പറഞ്ഞാൽ? ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ ഒരു പിള്ളേർ ഇതൊക്കെ കാണുന്നുണ്ട്. മാഷന്മാർക്കും ടീച്ചർമാർക്കും ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ, അല്ലേ? ഇത് ഒരു വലിയൊരു സൊസൈറ്റിയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റാത്ത അധ്യാപകരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ സത്യം പറഞ്ഞു? അവിടെ കുറച്ചും കൂടെ, അതായത് ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടാണ് വളരുന്നത്. ഈ ഡിജിറ്റൽ നേറ്റീവ്സ് എന്താണെന്ന് അതിനു മുമ്പ് പഠിച്ചിറങ്ങിയ അധ്യാപകർക്ക് വലിയ ധാരണയില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. പിന്നീട് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാം, നമ്മുടെ സ്കൂൾ സിലബസ് മാറുന്നത് 3 വർഷത്തിലൊരിക്കലാണ്. പക്ഷെ ടെക്നോളജി മാറുന്നത് 3 മണിക്കൂറിലോ 3 ദിവസത്തിലോ ഒക്കെ, ഒരു 3 മാസത്തിനുള്ളിൽ വലിയ ടെക്നോളജി ചേഞ്ചസ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ആ ഒരു ചേഞ്ചസിൽ ഇവരൊരു പാട്ടാവാതിരിക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടുകയാണ്. അത് മാതാപിതാക്കളും കുട്ടികളും ആവാം, അധ്യാപകരും കുട്ടികളും ആവാം. ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഒരു ഗ്യാപ്പ് വലുതായിട്ട് വരികയാണ്. ഈ വലുതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരു നിയോ ലിബറൽ സൊസൈറ്റിയിലാണ്. ആ സൊസൈറ്റിയുടെ സോഷ്യൽ ഫാബ്രിക് ചേഞ്ച് ആയതുണ്ടത് നമ്മൾ അതിനുള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് നോക്കാതെയോ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാണ്ടെയോ നമ്മൾ ഒരു ദിവസം മുന്നോട്ട് പോകാത്തൊരവസ്ഥയിലാണ്. കാരണം ഈ ഒരു ഫോമോ എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മൾ ഈ സ്റ്റാറ്റസിന് 24 അവർ ഒരു ടൈം നൽകിയിരിക്കുന്നത് മനഃപൂർവ്വം നൽകിയിരിക്കുന്നതാണ്. അതിന് പുറകിലൊരു സൈക്കോളജി ഉണ്ട്. കാരണം അത് മിസ്സാവോ എന്നുള്ള ഒരു ആകുലത നമ്മളിൽ സൃഷ്ടിക്കുകയും അത് നമ്മുടെ ജീവിതക്രമത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വളരുകയും ചെയ്യും. അതാണ് ഈ കോർപ്പറേറ്റുകളുടെ ആവശ്യം. അവർ തുടർച്ചയായിട്ട് അവരുടെ ഡിവൈസുകൾ ചെക്ക് ചെയ്യാൻ. ലോകത്ത് മനുഷ്യരെക്കാൾ കൂടുതലുള്ളതാണ് മൊബൈൽ ഡിവൈസുകൾ. കേരളത്തിൽ ഉള്ള ജനസംഖ്യയെക്കാളും ഇരട്ടിയിലധികത്തോളം ഡിജിറ്റൽ ഡിവൈസുകളുണ്ട് കേരളത്തിലുണ്ടാവും. അപ്പൊ ഈ കണക്കുണ്ടായിരുന്നല്ലോ 1500 കോടിയോളം ഡിവൈസുകൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇപ്പൊ ഞാൻ ആ ജഗദീഷ് എഴുതിയ ലേഖനങ്ങൾ വായിച്ചിരുന്നു. ഫോമോ ജോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടും ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ടും. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നുള്ളത് എങ്ങനെയാണ് ഈ നിയോ ലിബറൽ കാലഘട്ടത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്നത്, ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തെടുക്കാൻ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഹാബിറ്റാക്കി മാറ്റണം എന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചേഞ്ചസിന് അറിയുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിന് ലേഖനത്തിൽ പറഞ്ഞ പോലെ നമ്മളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ കിൻഡർ ജോയ് വാങ്ങാത്തയോ വാങ്ങിക്കൊടുക്കാത്തയോ മാതാപിതാക്കളോ ആവശ്യപ്പെടാത്ത കുട്ടികളോ ഉണ്ടാവില്ല. പക്ഷെ അതിന് പുറകിലുള്ള ഒരു സൈക്കോളജി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ടോയിലോട് കുട്ടികൾ ഒരു ചെറിയൊരു അംശം ചോക്ലേറ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടാവും. ആ ചോക്ലേറ്റിലായിരിക്കില്ല അവർക്ക് താല്പര്യം. അതിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ടോയിലായിരിക്കും അവരുടെ താല്പര്യം. ആ ടോയ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ജനാൽഫയാലും ജൻസി ആയി കഴിഞ്ഞാലും കുട്ടികൾ മുഴുവനായിട്ട് ഇതിന്റെ പുറകെ എത്തുന്നത്. അത്തരം വിപണന തന്ത്രങ്ങള് ശരിക്കും കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം കോർപ്പറേറ്റ് തന്ത്രങ്ങളിൽ വഴിപ്പെടുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ നിയോ ലിബറലിസം നമ്മളിലേക്ക് ചെലുത്തുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. നിയോ ലിബറലിസം ഒരു പെട്ടെന്നൊരു ദിവസം കടന്നു വരുന്നതോ അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളോടെ നമ്മളെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള കൃത്യമായ ഗവേഷണത്തിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു ബെറ്റർ ലിവിങ്ങിന് സഹായിക്കും എന്ന ഒരു കാഴ്ചപ്പാടിൽ ഇതിനെക്കുറിച്ച് എഴുതി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഫോമോയ്ക്ക് പകരം ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നൊരു സൊല്യൂഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആൾക്കാർ എത്തുന്നില്ല എന്നത് ഒരു പോരായ്മയാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങളും ഇതുണ്ട്. പക്ഷെ എങ്കിൽ പോലും കുട്ടികളെ ഉപദേശിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ മൊബൈൽ സ്ക്രീനിന്റെ അതൊന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്നൊരു പോരായ്മയും കൂടെ ഉണ്ട്. ഇപ്പം ആ ലേഖനത്തിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ ഇന്ന് പ്രഭാതത്തിലാണ് വയനാട് ചുരം കയറി ഇങ്ങോട്ട് വരുന്നത്. വരുമ്പോ ആ കോട മൂടി കിടക്കുന്ന ആ രംഗം നമ്മളും തന്നെ ഫോണിൽ പകർത്തി സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പം ഇതൊരു നിയോ ലിബറൽ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ഇതിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണെന്നും ഇത് കോർപ്പറേറ്റ് കമ്പനികൾ നിയന്ത്രിക്കുന്ന ഒരു അൽഗോരിതമാണ് നമ്മളിൽ ഈ സ്വഭാവം സൃഷ്ടിച്ചതെന്നും എന്നൊക്കെയുള്ള ഈ ഒരു തിരിച്ചറിവ് ഇതില്ലാതെ പോകുന്നതല്ലേ പ്രധാനമായും ഒരു കാരണം? അതിന്റെ ഒരു നിയോ ലിബറലിസത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു കെണി എന്നുള്ള വാക്കാൻ ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം ഈ പറഞ്ഞ പോലെ നമ്മളൊരു സൂര്യ അസ്തമയത്തിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചുരം കടന്നു വരുന്ന സമയത്ത് ആ ചുരത്തില് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഇതാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ട് ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരങ്ങളിൽ ഒരു കടൽ തീരത്ത് പോയിരിക്കുന്ന സമയത്ത്
സൂര്യാസ്തമയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇന്ന് അതേ സമയത്ത് നമ്മൾ എവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ഡിവൈസ്. ഈ ഡിവൈസിനനുസരിച്ചിട്ടുള്ള ഒരു ക്രമപ്പെടുത്തലുണ്ട് നമ്മുടെ ജീവിതത്തിന്. ഇനി വേറൊരു ഇതിലേക്ക് ആഡ് ചെയ്ത് പറയണേ, ഇപ്പോ അതായത് ഇനിയിപ്പോ ഞങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് ഇനി കുറച്ചു നേരം ഫോൺ എടുത്തേക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാം എന്ന് പറഞ്ഞു. അതിനെ ഉപയോഗിച്ച വേർഡ് തരാം, വി ക്യാൻ ക്യാപ്ചർ വിത്ത് അവർ ഐസ്, ക്യാപ്ചർ വിത്ത് അവർ ഐസ്. ആ വേർഡാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് അനുഭവിക്കാൻ എന്ന് പറയുന്ന ആ വാക്ക് പോലും നമ്മൾ ഈ ഒരു നിയോ ലിബറൽ സാങ്കേതിക പദങ്ങളിലൂടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ള അത്രയും ആഴത്തിൽ ഇത് നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ്. അതെ, കാരണം ഈ ഒരു ടെക്നോളജിയുടെ കടവുന്ന വരവോടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസുകളെ കുറിച്ചിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടെ അത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് അത്രമാത്രം എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന റീലുകൾ, സ്നാപ്ചാറ്റുകൾ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ, വാട്സപ്പ് സ്റ്റോറികൾ. ഇതൊക്കെ ഒരു ഷോർട്ടസ്റ്റ് ടൈമേ ഉണ്ടാവും, പക്ഷെ കീപ്പ് ഓൺ സ്ക്രോളിങ് എന്നതാണ് ഒരു പുതിയത്. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഡോപ്പമിൻ റിലീസിൻ്റെ അളവ് കൂടുകയും നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് അതിൽ കിട്ടുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് കുട്ടികളെ ബാധിക്കുന്നത് കുറച്ചുകൂടെ തീവ്രമായിട്ടാണ്. അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും എൻഗേജിങ്ങോ എൻ്റർടൈനിങ്ങോ അല്ല. അവർക്ക് എൻഗേജിങ്ങും എൻ്റർടൈനിങ്ങും ആയിട്ടുള്ളത് ഈ 30 സെക്കൻഡ് 1 മിനിറ്റിലുള്ള ക്ലിപ്പുകളാണ്. അത് സ്ക്രോള് ചെയ്യുന്ന സന്തോഷം മറ്റൊന്നിലും കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ പലതരത്തിലുള്ള സ്വഭാവിക രൂപീകരണം ഉൾപ്പെടെ അതിലേക്ക് നയിക്കുന്നുണ്ട്. അത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവർക്കും ഇത് ബാധകമാണ്. ആര് എപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ സ്ക്രോൾ ചെയ്യപ്പെട്ടൊരു ഡിവൈസിൽ സ്റ്റോറികളും റീലുകളും സ്റ്റാറ്റസുകളാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായ ഉപയോഗം ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കലി നമ്മൾ ഐഡിയൽ ആവുന്നുണ്ട്. ഇത് തരുന്ന കണ്ടന്റുകൾ, ഈ ബ്രെയിൻ റോട്ടുകൾ ഒരു ഉദാഹരണം. ഇപ്പോൾ മക്കളൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞില്ല, ബമ്പഡില്ല, കോക്രിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് വിട്ടേച്ചത്. യാതൊരു തരത്തിലും യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനറേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കഥാപാത്രങ്ങളിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒന്നുമില്ല. അവർക്ക് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇത് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവർക്ക് കണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ബ്രെയിൻ റോട്ടുകൾ ഉദ്ദേശിച്ചത് കഥാപാത്രങ്ങളുടെ പേരാണ്. ബ്രെയിൻ റോട്ടുകൾ പിന്നെ ഇറ്റാലിയൻ മീംസുകളാണ്. അപ്പോ ഇറ്റാലിയൻ മീംസ് ഇപ്പോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഇയർ ഓഫ് ഞാനതാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് കേട്ടത് അതാണ്. അതായത് ഈ വാല്യൂ ഇല്ലാത്ത കണ്ടന്റുകൾ സ്ഥിരമായി കാണുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു എഫക്റ്റിനെ നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് വിളിക്കും. ആ ഒരു അവസ്ഥയും വിളിക്കും. പിന്നെ ബ്രെയിൻ റോട്ട് കഥാപാത്രങ്ങളുണ്ട് ഇറ്റാലിയൻ മീമുകളായിട്ടുള്ള, ഇപ്പൊ ബമ്പറില്ല, കോക്രിട്ടില്ല, തുത്തറില്ല, ഇത് പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പെട്ടെന്ന് പേരുകൾ കിട്ടുന്നില്ല എങ്കിൽ പോലും മക്കളാണെങ്കിൽ ഒരു 10 കഥാപാത്രങ്ങളുടെ പേരുകൾ പറഞ്ഞേനെ. അപ്പോ ഇത്തരം കഥാപാത്രങ്ങളുണ്ട്. ഇത്തരം കഥാപാത്രങ്ങൾ ഇവര് കാണുക മാത്രമല്ല, ഇവരുടെ ഡേ ടു ലൈഫിൽ ഞാനൊരു വാട്സപ്പ് ചാറ്റ് കാണിച്ചത്, ഇത് കുട്ടികൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്നത് ഇവരുടെ ഈ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ചാറ്റ് ഒരു 10-20 ഇതിന്ന് എനിക്കൊരു വാക്ക് പോലും മനസ്സിലാക്കി. ഞാനത് അവരെ കുട്ടികളെ ഒപ്പം ഇരുന്നിട്ട് ഡീകോഡ് ചെയ്തെടുക്കുക ചെയ്തത്, ഇതെന്താണ് ഉദ്ദേശിച്ചത്. കാരണം അവരുടെ ലാംഗ്വേജ് മാറിയിരിക്കുന്നു. അവരുടെ ഈ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ ടെറൈനിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നോക്കി കാണണം എന്നതാണ് പുതിയ തലമുറയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ ഈ ഷോർട്ട് ഫോമുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഷോർട്ട് ഫോം കണ്ടന്റുകളെ കുറിച്ച്. ചെറിയ റീൽസ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, 1.5 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ. അപ്പോൾ നമ്മൾ ഈ വായനയെ കുറിച്ച് പറയാറുണ്ട്, വായന മരിക്കുന്നില്ല, വായനയുടെ രൂപം മാറിയിട്ടേ ഉള്ളൂ, ചെറിയ കണ്ടന്റുകൾ കൂടുതലായിട്ട് വായിക്കപ്പെടുന്നുണ്ട്, ഡിജിറ്റൽ വായനകളുണ്ട് എന്നൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് വിശാലമായി വായിക്കേണ്ട വലിയ പുസ്തകങ്ങൾ, കൂടുതൽ സമയമെടുത്ത് ഗ്രഹിച്ചെടുക്കേണ്ട വലിയ ആശയങ്ങളുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് ഒരു ഇങ്ങനെയുള്ള തലമുറകൾക്കിടയിൽ അങ്ങനെയുള്ള കണ്ടന്റുകൾക്കും ആശയങ്ങൾക്കും ഒരു സ്വീകാര്യത കിട്ടാത്ത ഒരു രൂപം വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ജഗദീഷ് പറഞ്ഞു, ജഗദീഷിന്റെ മോള് ഈ മാംഗ സീരീസ് 14 പുസ്തകങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ച് തീർത്തു എന്നുള്ളത്. അപ്പം
ഇത് ഇതിന്റെ കണ്ടന്റിന്റെ സ്വഭാവം കൊണ്ടാണോ ഈ മാറ്റം വരുന്നത്, അതല്ല എന്തുകൊണ്ടാണ്? ഇത് രണ്ടും നേരിട്ട് അനുഭവിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലക്ക് പറയാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ജിയോഗ്രഫിക്കിൽ കുട്ടികളുടെ ബ്രാൻഡുമായിട്ട് അവരുടെ ഗൈഡ് ലൈൻ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ന്യൂയോർക്ക് ടൈംസിലെ സീനിയർ ആയിട്ടുള്ള കുറച്ച് പേര് എനിക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പുതിയ ഭാഷ മാറിയിരിക്കുന്നത്. അവരൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസിൻ്റെ പത്രം മുമ്പ് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഏതെല്ലാം രീതിയിൽ ചേഞ്ച് ആയി. അവർ പത്രത്തിൻ്റെ ഏകദേശം 70% എൻ്റെ ഓർമ്മ, 70% സ്പേസ് ഡാറ്റാ ഗ്രാഫിക്സിനും ഇൻഫോഗ്രാഫിക്സിനുമായിട്ട് മാറ്റി വെച്ചു എന്നുള്ളതാണ്. അത് ആ റീഡിങ് ഹാബിറ്റിൻ്റെ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. നമ്മൾക്ക് അറിയാം നമ്മളുടെ നാട്ടിലെ പത്രങ്ങളുടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന്. പത്രങ്ങളുടെ വായനയും പത്രങ്ങളുടെ കണ്ടന്റും മാറിയിരിക്കുന്നതും പുതിയ ജനറേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പുതിയ ഈ പറഞ്ഞ പോലെ ഇൻഫോഗ്രാഫിക്സ് ഡാറ്റാഗ്രാഫിക്സ് പോലുള്ള സംവിധാനങ്ങളിൽ കണ്ടന്റ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വിഷ്വൽ പ്ലഷർ കൂടി അതിൽ ആഡഡ് ആണ്. വിഷ്വൽ പ്ലഷർ മാത്രമല്ല, ഈ കണ്ടന്റുകളെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഗ്രാസ്പ് ചെയ്തെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈം വലിയൊരു കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ടൈം എങ്ങനെ ഇവർ എഫക്റ്റീവായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് എനിക്കത് തോന്നിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഗൈഡ് ലൈനിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എക്സസൈസുകൾ ചെയ്തു. വലിയ പാരഗ്രാഫുകൾ കാര്യങ്ങളൊന്നും കുട്ടികൾ വായിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ വിഷ്വൽ ബേസ്ഡ് ആയിട്ടും റിച്ച് കണ്ടന്റുകൾ ഒക്കെ ബ്രാൻഡിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനൊരു അവസരം കിട്ടിയിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മറ്റൊന്നും തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പം നോക്കി ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒന്നാണ് മീഡിയ കാർഡുകൾ. നമ്മുടെ വിഷയത്തെ കുറിച്ചിട്ട് ആ വിഷയം മുഴുവൻ വായിക്കല്ല, ഒരു കാർഡ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ മീഡിയ ഹൗസ് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു കാർഡ് പബ്ലിഷ് ചെയ്യണം. ആ കാർഡിലാണ് സ്റ്റോറി പോകുന്നത്. അതിനപ്പുറത്തേക്ക് ആ ഫസ്റ്റ് 5 seconds that card able to catch your attention, then അവിടുന്നാണ് ആ സ്റ്റോറി റീഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഗ്രാബ് യുവർ അറ്റൻഷൻ എന്നുള്ളതാണ് പ്രൈമറി ഫോക്കസ്. ആ വലിയ പുസ്തകങ്ങൾക്ക് വലിയ ടെക്സ്റ്റുകൾക്ക് ഈ ഗ്രാബ് അറ്റൻഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഈ റീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത്. അവിടുന്ന് നമുക്ക് ഇപ്പോൾ പുതിയ പല യൂട്യൂബേഴ്സും ലോങ് വീഡിയോസ് നിർത്തി വെച്ചിരിക്കുന്നു. അവർ ഷോർട്ട് സ്റ്റോറിയിലേക്ക് മാറ്റുന്നു, മറ്റേതിലേക്ക് മാറുന്നു. യൂട്യൂബിൻ്റെ അരമണിക്കൂർ കണ്ടന്റ് പോലും വാച്ച് ചെയ്യാനുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ ചേഞ്ച് ഈ ഡിജിറ്റൽ നേറ്റീവ്സായി മാറിയിരിക്കുന്നവരുടെ ചേഞ്ചസ് വളരെ എവിഡൻ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് മാംഗോ സീരീസ്. മാംഗോ സീരീസ് ഇപ്പോഴും പുസ്തകം വായിക്കുന്നില്ല എന്ന് പറയുന്ന ജനറേഷന് മാംഗോ സീരീസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വായിച്ചു തീർക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്തരം ചേഞ്ചസ്, ഈ ഡൊമൈൻ ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അതല്ലാതെ ഈ ജെൻസിയെ ബ്ലെയിം ചെയ്യുന്നതിൽ കാര്യമില്ല എന്നൊരു അഭിപ്രായം കൂടെയുണ്ട്. ഇവരുടെ ചേഞ്ചസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈമറി. ഇപ്പൊ ഈ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇപ്പൊ മായാവി, ലുട്ടാപ്പി, ഡിങ്കൻ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ കുട്ടികൾക്കിടയിലും സമൂഹത്തിലും എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. പുതിയ കാലത്ത് ഇങ്ങനെയുള്ള പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് അടക്കമുള്ള, പിന്നെ പള്ളിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ഈ പ്രൊട്ടസ്റ്റിനെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണമാണ് അവിടെ അട്ടിമറിക്കപ്പെട്ടത് അല്ലെ. അപ്പൊ അതിന് ഈ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണല്ലോ. ഇതിന് ഈ കഥാപാത്രങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ 2 വയസ്സ് വരെ മോൻ അവൻ്റെ ഹീറോ ആരോ വെച്ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് നരൂട്ടോ ആണ്. അപ്പോൾ അല്ലെങ്കിൽ മങ്കി ഡി ലൂഫി പോലുള്ള കഥാപാത്രം. ഈ നേപ്പാളിലെ കലാപത്തിൽ ഒരു ചാലകശക്തിയായിട്ട് നിന്നിരുന്ന ഒരു ഫ്ലാഗ് ആയിരുന്നു മങ്കി ഡി ലൂഫിയുടെ വൺ പീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വൺ പീസ് നേപ്പാളിൽ മാത്രമല്ല, അല്ല അറൗണ്ട് ദ ഗ്ലോബ് ഈ പ്രൊട്ടസ്റ്റുകളിൽ ആളുകൾ ആ ബ്ലാക്ക് പതാക, വൺ പീസിന്റെ പതാക ഉപയോഗിച്ചിരുന്നു. അതിപ്പോ ഇന്തോനേഷ്യയിലായി കഴിഞ്ഞാലും
ആഫ്രിക്കയിലുള്ള പല സ്ഥലങ്ങളിലായി കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള പുതിയ പ്രൊട്ടസ്റ്റുകളിലൊക്കെ ഇതിനെ ഒരു ചാലക ശക്തിയായിട്ട് ഇത്തരം കഥാപാത്രങ്ങളും ഈ കഥാപാത്രങ്ങളുടെ ഐക്കൺസും വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളാണ്. ഇപ്പോൾ ജപ്പാനിലൊക്കെയുള്ള കഥാപാത്രങ്ങളുടെ ഒരു റിച്ച് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഈ കഥാപാത്രങ്ങൾ വരുന്നത്. ഈ കഥാപാത്രങ്ങളുടെ വാല്യൂസ് ഉണ്ട്. അവർ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യും, അവർ ഒപ്പമുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യും, അവർ എനിമീസെ നമ്മൾ പിന്നെ അമേരിക്കൻ എന്തെന്നുണ്ടായിരുന്നത് സ്പൈഡർമാനും ബാറ്റ്മാനും ഒക്കെ ഉണ്ടായിരുന്നതിൻ്റെ പുതിയൊരു വേർഷനാണ് ഈ ജാപ്പനീസ് കോമിക്സുകൾ. അപ്പോൾ ഇവരുടെ വാല്യൂസ് പുതിയ കുട്ടികൾക്ക് കുറേയും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ വാല്യൂസുമായിട്ട്. അപ്പോൾ അവർ നിലവിലുള്ള ചേഞ്ചസ്, കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനോട് അവർക്കുണ്ടായിരുന്ന അഗ്രഷൻ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോട്ടുകൾ, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വഴി എളുപ്പത്തിൽ കഴിയുന്നു. അപ്പോൾ അത് അസംഘടിതമായ ഒരു ആൾക്കൂട്ടത്തെ യുണൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളായിട്ട് ഇത്തരം കഥാപാത്രങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു നേപ്പാളിൽ കണ്ടത്. നേപ്പാളിൽ ഉണ്ടായിരുന്ന അരാഷ്ട്രീയമായ ഒരാൾക്കൂട്ടമായിരുന്നു അത്. ആ ആൾക്കൂട്ടം പാർലമെന്റ് പാലസ് ഉൾപ്പെടെ കത്തിക്കുകയും 72ഓളം മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു ഇതായിട്ട് മാറി. അവിടെ ഒരു സോഷ്യൽ മീഡിയ നിരോധിച്ചതെന്ന് തുടങ്ങിയെങ്കിൽ പോലും അത് മാത്രമായിരുന്നില്ല അതിന്റെ കാരണം. അതിന് ട്രിഗറായി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു ഇവർ യുണൈറ്റഡ് ആയിരുന്നു, എങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലേക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കഥാപാത്രങ്ങൾ, ഈ കഥാപാത്രങ്ങളുടെ ആശയങ്ങൾ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം കാണാൻ കഴിയും. ഇത് ശരിക്കും അലാമിംഗ് ആണ്. നിലവിലുള്ള വ്യവസ്ഥിതിയോട് കലഹിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കഥാപാത്രങ്ങൾ കൂട്ടുപിടിക്കുന്നത് അതിലെ പോസിറ്റീവ് എങ്ങനെയുണ്ട്, നെഗറ്റീവ് എങ്ങനെയുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോഴും ഇതിൽ അരാഷ്ട്രീയത തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒന്നാണ്. അരാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെരുവ് കത്തിച്ചുകൊണ്ടല്ലോ പ്രക്ഷോഭങ്ങൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ 72 കുട്ടികളുടെ ഉൾപ്പെടെയുള്ള വെടിയേറ്റ് കിടക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ നേപ്പാളിലെ ദൃശ്യം അങ്ങേയറ്റം ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പോൾ അത്തരം ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്ന ഒക്കെ അതിൻ്റെ പശ്ചാത്തലങ്ങൾ ആഴത്തിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞ ഈ ജനറേഷൻ ചേഞ്ചസ് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഡിജിറ്റൽ നേറ്റീവുകൾ ഫോമയെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് യോളോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, യു ഓൺലി ലിവ് വൺസ് എന്നുള്ള, അതായത് പരമാവധി അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇപ്പൊ എങ്ങനെ എന്താണോ പിന്നെ ഐഫോൺ പുതിയ അപ്ഡേഷൻ ഇറങ്ങുന്നു, അതിലേക്ക് ഞാൻ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ ലോകത്ത് നിന്ന് സൈഡ് ഔട്ട് ആയി പോവുകയാണെന്നുള്ള ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പിന്നെ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വലിയൊരു അതിൻ്റെ ഒരു സൗന്ദര്യം മനുഷ്യന്റെ ജീവിതത്തിന് നഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇല്ലേ? അതായത് മണ്ണിനോട് അണിഞ്ഞ് ജീവിക്കേണ്ട ഒരു മനുഷ്യന്റെ പ്രകൃതം, ആ ഒരു പോസിറ്റിവിറ്റി മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള എന്തൊക്കെ നഷ്ടങ്ങളാണ് ഇതുകൊണ്ട് മനുഷ്യന് സംഭവിക്കുന്നത്, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന നഷ്ടങ്ങൾ? തിരിച്ചറിയാതെ പോകുന്ന നമ്മള് പിന്നെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് കോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായി മാറുക. നമ്മുടെ വാട്സപ്പ് സ്റ്റോറിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളെ മറ്റുള്ളവർ നമ്മുടെ എക്സിസ്റ്റൻസ് വിലയിരുത്തപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രഷറൈസ് ചെയ്യപ്പെടുന്ന ഒരു ഇതുണ്ട്. നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ, ഒരു ഫെസ്റ്റിവലിന് ഇതിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രമുഖ ബ്രാൻഡുകൾ ഉൾപ്പെടെ ഫോഴ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റീവ് സീസണിൽ സെയിൽ നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഇൻസ്റ്റാഗ്രാമിന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചസ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്രഷർ മറികടക്കുക എത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കുട്ടികളായി കഴിഞ്ഞാലും പാരൻസ് ആയി കഴിഞ്ഞാലും ഈ ഒരു എക്കോ ചേമ്പറാണത്. ആ എക്കോ ചേമ്പറിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും, പക്ഷെ അതിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് വി ലീവ് ഓൺലി വൺസ് എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു സോഷ്യൽ ലിവിങ്ങിൽ വാല്യൂസിന് പ്രാധാന്യം ഇല്ലാതെ പോകുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൈം റേറ്റുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇത് കണക്റ്റ് ആകുന്നിരിക്കുന്നത്. ഡ്രഗ്സ് യൂസേജുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മോറൽ വാല്യൂസ് കുറച്ചും കൂടെ ഇത്തരം സാധനങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു
ഗ്രൗണ്ട് റിയാലിറ്റി. ഇപ്പൊ നമ്മൾ ഈ ഡിജിറ്റൽ നേറ്റീവുകളുടെ വിവിധ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു അല്ലെ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിന് നമുക്കൊരു ഒരു തിരിച്ചുവരവ് വേണമല്ലോ സത്യം പറഞ്ഞാൽ. എപ്പോഴും ഇങ്ങനെ മനുഷ്യർ ഈ ഏതോ കോർപ്പറേറ്റുകൾ നിർമ്മിച്ചു വെച്ച ആൽഗരിതത്തിന്റെ നിയന്ത്രണത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ അത് മതിയാവില്ലല്ലോ. നമ്മൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വരേണ്ടത് ആവശ്യമല്ലേ? അത് തിരിച്ചറിയേണ്ട ആവശ്യതല്ലേ? അതിനെന്തൊക്കെ സാധ്യമാകും എന്നുള്ള അതിന്റെ ഒരു പെട്ടെന്ന് പറയാവുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദാഹിക്കുന്ന സമയത്തും കൊക്കക്കോള കുടിക്കാൻ തോന്നും. പക്ഷെ കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് ദാഹം നിൽക്കില്ല, കൂടുക ചെയ്യാം. അതേപോലെയാണ് ഈ സോഷ്യൽ മീഡിയയില് നമ്മള് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടായിരിക്കും പ്രൈമറി മുതിർന്നവർ സോഷ്യൽ മീഡിയ എടുക്കുക, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ കൂടുതൽ ഡിസ്റ്റർബ് ആകും, കൂടുതൽ ഹാപ്പിനെസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് റിയലൈസ് ചെയ്യുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റിൽ മാത്രമാണ് അതിൽ നിന്ന് തിരിച്ചു നടക്കാനുള്ള ഒരു വഴിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഈ തിരിച്ചു നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, നിയോ ലിബറൽ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും ഈ പറഞ്ഞ പോലെ ഓഫേഴ്സും കാര്യങ്ങളും ഹറിയപ്പ് എന്നുള്ളതാണ് കീ CTA. അപ്പൊ അതിൽ നിന്ന് തിരിച്ചു നടക്കുന്നതിന് നമുക്ക് ഒരു പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഇപ്പോൾ കോൺമാരി പോലെയോ ഹെഡ്ജ് പോലെയോ സ്വന്തമായിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്, ക്വാളിറ്റി ടൈം ഉണ്ടാക്കുന്നതിൽ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്ന് ഒരു വിമോചനം സാധ്യമാണ്. ആ വിമോചനം മാത്രമല്ല, ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൺസെറ്റോ അല്ലെങ്കിൽ ഒരു സൺറൈസോ അല്ലെങ്കിൽ ചുരത്തുനിന്ന് വരുന്ന സമയത്ത് ആ ജേണിയോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ ഡിവൈസിനെ കുറച്ച് സമയത്തേക്കും നമ്മൾ മ്യൂട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യും. ആ മാറ്റി വെക്കുന്ന സമയത്താണ് മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പോസിബിൾ ആകും. അപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വീട്ടിലെ കുട്ടികളുടെ കയ്യിൽ ടാബും മുതിർന്നവരുടെ കയ്യിൽ മൊബൈലും, സീനിയർ പാരൻസിന്റെ കയ്യിലാണെങ്കിൽ TV റിമോട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു റൂമിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 3-4 ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഈ ഡിവൈസ് തിരിച്ചു വെച്ചിട്ട് ഒരു ഡൈനിങ് ടേബിളിൽ പോലും നമ്മൾ സാധാരണ ഡിവൈസുകൾ കാണാം. അപ്പൊ അത് തിരിച്ചു വെച്ചിട്ട് മുഖത്ത് നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആണ് ഇന്ന് പലരുടെയും സ്വപ്നം. അപ്പോൾ അതിന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു എഫേർട്ടിൽ നടക്കുന്നില്ല, മറ്റുപേരുടെ എഫേർട്ട് കൂടെ കുട്ടികളിലൂടെ വേണം. പക്ഷെ കുട്ടികൾ ഇത് എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല എന്ന സമയത്താണ് ഇതിന്റെ ഒരു സയൻസിലേക്കും ഇത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരു കൃത്യമായ പോളിസിയിലൂടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ കൃത്യമായിട്ട് ഇതിനുള്ള ഒരു വല വിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്തും, അത് മറികടക്കണമെങ്കിൽ, ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്കിൽ മാത്രമേ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക ഇതായിട്ട് കാണുന്നത്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട ഒരു വേൾഡിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ. പിന്നെ ഇപ്പോൾ ഇത് കോർപ്പറേറ്റ്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് കുറേ കമ്പനികൾ ചേർന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, അവരാണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീരുമാനിക്കുന്നത്. ഇതൊന്നും ഒരു ഗവൺമെന്റിന്റെയും കയ്യിലല്ല കാര്യങ്ങൾ, കോർപ്പറേറ്റ് വേൾഡാണ് നിയന്ത്രിക്കുന്നത്. കോർപ്പറേറ്റ് വേൾഡിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന് വേണ്ടി, അതല്ലാണ്ട് ഹ്യൂമൻ വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളൊരു. അപ്പോൾ സർക്കാർ തലത്തിൽ ഇപ്പോൾ ഈ ആൽഗരിതം തന്നെ ഇപ്പം ഇത് സംഭവിക്കുന്നത് പലപ്പോഴും പാരൻസിന്റെ ഫോണായിരിക്കും കുട്ടികൾ ഉപയോഗിക്കുന്നത്. പാരൻസിനുള്ള ആൽഗരിതം അല്ല കുട്ടികൾക്കുള്ള ആൽഗരിതം. അപ്പോൾ പാരന്റ് കൺട്രോൾ അവിടെ പ്രധാനമാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഇത് കൺട്രോൾ ചെയ്യുന്നത് കോർപ്പറേറ്റ് ലോകമാണ്. പക്ഷെ ഇതിനൊരു പോളിസി ഗവൺമെന്റ് തലത്തിലൊക്കെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണല്ലോ. അതിന് എങ്ങനെയാണ് സർക്കാരിന്റെ തലത്തിൽ നിന്ന് എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു വിഷയമാണത്. അതിലൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് പറഞ്ഞു തുടങ്ങാം. യൂറോപ്യൻ യൂണിയൻ നമ്മൾ ഇടയ്ക്ക് കാണുന്നതാണ്, മെറ്റ ഉൾപ്പെടെയുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ഫൈൻ ചുമത്തുകയും യാതൊരു നോയ്സും ഇല്ലാതെ അവരെ അടയ്ക്കുകയും ചെയ്യുന്നു. നേപ്പാളിലെ കലാപം ട്രിഗർ ചെയ്യുന്നത് അവിടുത്തെ സർക്കാരും കോടതിയും ഇതിനൊരു സംവിധാനം വേണമെന്ന്, ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ്. ഈ
നേപ്പാളിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഈ കമ്പനികളൊന്നും കോർപ്പറേറ്റുകളൊന്നും ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതെ. അവര് ഈ ചെറിയ രാജ്യങ്ങളെ, ഈ വികസ്വര രാജ്യങ്ങളെക്കാളും വലിയ ഭീമന്മാരാണ്. അതുകൊണ്ട് തന്നെ അവര് യൂറോപ്യൻ യൂണിയൻ അന്ന് പറയുന്ന നേപ്പാളിന്റെ വിഷയം സമയത്ത് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു, നേപ്പാളിന്റെ GDP-യുടെ ഇരട്ടി ടേൺ ഓവറുള്ള കമ്പനികളാണ് ഓരോ കമ്പനികൾ. അതെ, അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നേപ്പാളിനെ അവർ ഇഗ്നോർ ചെയ്ത് കളയുക ചെയ്ത്. 72ഓളം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കലാപമായി മാറി പിന്നീട്. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് പോളിസികളെ ഇഗ്നോർ ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അല്ല, കാരണം അതിന് ശക്തരാണ് ഈ കോർപ്പറേറ്റുകൾ എന്നുള്ളത് ഭയാശങ്കയോടെ മാത്രം നോക്കി കാണേണ്ട ഒന്നാണ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്തരം കോർപ്പറേറ്റുകൾ നമ്മളെ ഇലക്ഷനും ഇതുൾപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോളിസികളും കാര്യങ്ങളും എങ്ങനെ മാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് പല മേഖലയിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഇടപെടലുകൾ. സ്പെയിനിൽ പാസ്പോർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ സർക്കാർ തലത്തിൽ കൊണ്ടുവന്നു. പോണോഗ്രാഫി തടയുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അത്. അപ്പോൾ ഡെൻമാർക്കിൽ ഇതേപോലെ കുട്ടികൾ സൂയിസൈഡിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിനെ അലേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യേറ്റീവുകളുണ്ട്. ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ അറിയാവുന്ന എടുത്ത് പറയേണ്ടതെന്ന് ORC എന്നുള്ള IDPയുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അത് കുട്ടികളെ മൊത്തത്തിൽ എന്താ പറയുക കണക്കിലെടുക്കുകയും പാരൻസിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഹോളിസ്റ്റിക് അപ്രോച്ചോടെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും പുതിയ ഡിജിറ്റൽ നേറ്റീവ്സിന് വേണ്ടിയിട്ട് പുതിയ പോളിസികളും പുതിയ റെഗുലേഷൻസും വരേണ്ടത് ഒരു അനിവാര്യത. എല്ലാം അടച്ചു വെച്ചുകൊണ്ടതല്ല, പക്ഷെ റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും പിന്നെ ഡിബേറ്റുകളും ഉണ്ടാവേണ്ടത് ഇതിൻ്റെ ഒരു ഘടകം. എങ്കിൽ മാത്രമേ അതിലേക്ക് ഒരു പോളിസി മേക്കിങ്ങിലെത്തൂ. പക്ഷെ പോളിസികൾ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. ഇപ്പം നമ്മൾ ജൻസിയുടെ വിശേഷങ്ങൾ കുറെ പറഞ്ഞു. ഈ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ വിശേഷങ്ങൾ അങ്ങനെ പറയാം, അതായിരിക്കും കൂടുതൽ ആപ്റ്റായ ടേം എന്ന് തോന്നുന്നു, ഈ ഡിജിറ്റൽ നേറ്റീവ്സിനെ കുറിച്ച് അല്ലേ. ഇപ്പം നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ കുടുംബം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൊസൈറ്റി ആണല്ലോ. ഇവിടെ കുടുംബമുണ്ട്, മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഇങ്ങനെ ഒരുപാട് പിന്നെ സ്ഥാപനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ഇൻഡിവിജ്വലൈസ് ചെയ്ത വ്യക്തി താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങിയ ഒരു സവിശേഷത ഡിജിറ്റൽ നേറ്റീവ്സിന് കൂടുതലുണ്ട് എന്ന് തോന്നിയിട്ടില്ലേ? പക്ഷെ പലപ്പോഴും ഇവരുടെ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ ഒന്നുകൂടി ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ പര്യാപ്തമാണ് എന്ന് കരുതുന്നുണ്ടോ? ഈ പറഞ്ഞൊരു പോയിന്റ്, ഈ ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത് നിലവിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയതോടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാരന്റിങ്. പാരന്റിങ്ങിന് പ്രത്യേകിച്ച് കോഴ്സുകൾ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ധാരണകൾക്കനുസരിച്ചാണ് കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അത് ന്യൂക്ലിയർ ഫാമിലിയിലാവുന്ന സമയത്ത് അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഈ കോംപ്ലിക്കേറ്റ് ആവുന്ന സമയത്ത് കുട്ടികളും പാരൻസും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സൊസൈറ്റി ആയിട്ട് ഡിസ്കണക്റ്റ് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ തയ്യാറല്ല. കുട്ടികൾ ഡീസെൻട്രലൈസ്ഡ് ആവുന്നതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവർക്ക് ഒരു സ്ട്രഗിൾ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് എക്സ്പീരിയൻസ് ചെയ്യാനോ ഉണ്ടാവാത്ത ഒരു സംവിധാനത്തിലാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ സംഘർഷങ്ങൾ ഇപ്പോൾ ഫിസിക്കൽ, ഇപ്പോൾ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വിവിധ മതങ്ങൾ തികഞ്ഞ ഹാർമണിയോടെ ജീവിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ മതവും അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും കുടുംബങ്ങളിലും കുട്ടികളിലും സ്വാധീനം ചെലുത്തുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു യുദ്ധത്തിന് ശേഷം വിശുദ്ധ പ്രവാചകൻ നബീസ തബൂക്ക് യുദ്ധത്തിന് ശേഷമാണെന്ന് തോന്നുന്നു വന്നതിന് ശേഷം ഫിസിക്കലായിട്ടുള്ള യുദ്ധത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ ആന്തരികമായ യുദ്ധമാണെന്നും അതിൽ നിന്നുള്ള
പിന്നെ സംഘർഷങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടപ്പെടേണ്ടതെന്നും പറയുകയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ ഈ അടുത്ത് ഒരു മദ്രസയിൽ ഒരു കുട്ടികളായിട്ട് സംവദിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കാരണം ഈ ആന്തരിക സംഘർഷത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ ബാഹ്യ സംഘർഷങ്ങളിൽ നിന്ന് വിമുക്തി നമുക്ക് ഉണ്ടാവാറില്ല. കാര്യമായ സംഘർഷങ്ങൾ അതേപോലെ തന്നെയാണ് ആന്തരിക സംഘർഷങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ അതൊരു ഡിബേറ്റബിൾ ഇതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിവൈസുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയത്ത് അതിപ്പോൾ മൊബൈലായി കഴിഞ്ഞാലും ടി വി ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ കാർട്ടൂണുകളായി കഴിഞ്ഞാലും ഇതിൻ്റെ മോറൽ വാല്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഈ മോറൽ വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സൊസൈറ്റി ഒരു ഹെൽത്തി സൊസൈറ്റി ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാത്തൊരു അൺഹെൽത്തി സൊസൈറ്റി നിലവിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പിന്നെ മതപരമായ ഇതിൻ്റെ ഒരു വശം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ഒരുപാട് ഇപ്പോൾ ഞാനൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരുപാട് കഥാപാത്രങ്ങളുടെ പേര് വരെ ജഗദീഷ് പറയുകയുണ്ടായി. അതൊക്കെ മക്കളിൽ നിന്ന് കിട്ടിയതാണെന്നാണല്ലോ പറഞ്ഞു വന്നത്. ഇതിനെ ഇങ്ങനെ മതപരമായിട്ട് വായിച്ചിട്ടുണ്ടോ? മതപരമായിട്ട് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഹാർമോണിയസ് സൊസൈറ്റിയിലാവുന്ന സമയത്ത് നമ്മൾ മതപരമായ വാല്യൂസിന് അതിൻ്റെതായ പ്രസക്തി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വായിക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആണ് ഇതിലേക്ക് കുറച്ചും കൂടെ, കാരണം നമുക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത് ഇത്തരം ഇതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ വായിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികളായിട്ട് സംവദിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരിയായ സംഘർഷം, ഏത് സംഘർഷത്തെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, എന്തെല്ലാം നഫ്സുകളുണ്ട്, എന്തെല്ലാം നഫ്സുകൾ നമുക്ക് 3 നഫ്സുകളിൽ ആന്തരികമായത് എന്താണ്, ബാഹ്യമായത് എന്താണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഗാദറിങ്ങിന്റെ മെച്ചാണ്. ഈ ഡിവൈസിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ താല്പര്യം വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സിന്റെ ഒരുപാട് സവിശേഷതകൾ പറഞ്ഞു, ഒരു ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പുതിയ കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റുകളാണ് ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ഇപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ ഒരുപാട് നേതൃത്വമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, മത നേതൃത്വം, ഭരണാധികാരികൾ, ഇവരെല്ലാവരും ഈ ഒരു തിരിച്ചറിവിലേക്ക് വരേണ്ടത് അനിവാര്യമല്ല. അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ വേണ്ടതല്ലേ? ഉണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് ഏറെ കൗതുകത്തോടെ കണ്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു റഹ്മത്തുള്ള കാസ്മിയുടെ ലബൂബുവിനെ കുറിച്ചിട്ടുള്ള. ലബൂബു കഥാപാത്രത്തെ കുറിച്ചിട്ട്. കാരണം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ രാവിലെ 6:30 ഷോപ്പ് തുറക്കുന്നതിൻ്റെ മുമ്പേ ക്യൂ നിന്നിട്ട് കുട്ടികൾ വാങ്ങുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ ക്യൂ നിൽക്കുന്ന ഒരു കഥാപാത്രമായി ഇത് മാറി. അപ്പോൾ അത്തരം ഇതിലേക്ക് റിലീജിയസ് സ്കോളേഴ്സ് ആയിട്ടുള്ള ഗാസ്മി പോലുള്ള ആൾക്കാർ സംസാരിച്ചത് വളരെ കൗതുകത്തോടെയാണ് കേട്ടത്. അപ്പോൾ ഗാസ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ പഴയ കുട്ടിച്ചാത്തന്റെ പുതിയ രൂപമാണ് ലബൂബ്. അപ്പോൾ അത് മാത്രമല്ല, അത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെക്കുലേറ്റീവ് എക്കണോമി എന്നൊന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യം ഇതാക്കിയിട്ട് ഈ കളക്റ്റീവ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്പെക്കുലേറ്റീവ് എക്കണോമി എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നതിനെ കുറിച്ചിട്ട് വരെ റിലീജിയസ് സ്കോളേഴ്സ് അവെയർ ആണ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യല്ല, അഡ്രസ്സ് ചെയ്തു പോകേണ്ടത് തന്നെയാണ് എന്നത് വളരെ പ്രസക്തമാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ റിലീജിയസ് ആയിക്കഴിഞ്ഞാലും പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലായി കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്ക് ഈ ചർച്ച വരേണ്ടത് ഒരു അനിവാര്യത തന്നെയാണ്. അവസാനമായി നമ്മുടെ രാജ്യത്ത് റിലീജിയസ് പോളറൈസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണലിസം അടക്കമുള്ള ഒരുപാട് സവിശേഷതകൾ ഉണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും ലോകത്ത് ഇപ്പോഴും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ജെൻസി ഒന്നുമല്ല, അല്ലെ? അത് മുതിർന്ന ആളുകൾ തന്നെയാണല്ലോ. അപ്പോൾ ഈ മുതിർന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് മുറിവുകൾ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ പുതുതലമുറയിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരെപ്പോഴും ഹാർമണിയിൽ ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ്. ഈ ഇങ്ങനെയുള്ള കണ്ടന്റുകളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ്
സൈഡ് കൂടി ആയിരിക്കുമല്ലോ അത്. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെയിം ചെയ്ത് നടന്നാൽ മാത്രം പോരല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് വശം കൂടി ഇതിനകത്തില്ലേ? ഒരുപാട് പോസിറ്റീവ്. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് വന്നൊരു ഉദാഹരണം വരുന്നത്, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഏറ്റവും ദുരന്തപൂർണമായ ഒരു സമയത്ത് ഏറ്റവും കമ്മ്യൂണൽ ഹാർമണിയിൽ നിന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അത് ഇവിടുത്തെ റിലീജിയസ് ലീഡേഴ്സിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു, അവരുടെ ഇടപെടലുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു കമ്മ്യൂണൽ ഹാർമണി ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവിടെ ഇവർക്കൊക്കെ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഈ പ്രസക്തിയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഹാർമണിയിൽ ജീവിക്കാൻ കഴിയുന്നത്. അത് കുട്ടികൾ കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇവർക്ക് പിന്നെ ഒരു ബോർഡറിനപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കുറേ കൂടെ ഹാർമണിയിൽ ഇവർ ജീവിക്കുന്നത് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് ആയ കുട്ടികൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് എങ്കിൽ പറ ഇതിൻ്റെ മോറൽ വാല്യൂസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു അനിവാര്യത നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് പല അക്രമ സംഭവങ്ങളും നമ്മളോട് പറയുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പാരന്റ് എന്ന നിലയിൽ താങ്കൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും, അതിൽ വിജയിച്ച മോഡലുകൾ ഉണ്ടാവല്ലോ, അതൊന്ന് ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ സീരീസ് കൊടുത്ത് വായിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ വീട്ടില് ഓരോ റൂമിലും പുസ്തകങ്ങളും ചെറിയ ലൈബ്രറികളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ പുസ്തകത്തോടുള്ള ഇതുകൊണ്ട് ചെയ്തു വെച്ചതാണ്. പക്ഷെ കുട്ടികൾക്ക് ഇതിലൊന്നും അത്ര കൗതുകമോ അല്ലെങ്കിൽ വായിക്കുന്നതോ ആയിട്ടോ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ 7ാം ക്ലാസ് പഠിക്കുന്ന മകള് മാംഗോ സീരീസ് ആവശ്യപ്പെട്ട സമയത്താണ് ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നത് തന്നെ. പക്ഷെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് പുസ്തകമല്ലേ എന്നുള്ളതിൽ വാങ്ങിക്കൊടുത്തപ്പോഴാണ് അറിയുന്നത് അത് 14ഓളം പുസ്തകങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു കഴിയും. അത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇവിടെ ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ കണ്ടത്. അപ്പോൾ വായന മരിക്കുന്നു ഇതെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനോട് നേർ വിപരീതമായിട്ടാണ് ഈ കുട്ടികളുടെ. അപ്പോൾ അത് 14 പുസ്തകം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം പുസ്തകങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് വായിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ജാപ്പനീസ് കോമിക്സ് ആയിട്ടുള്ള മാങ്ക എല്ലാ ഏജ് കാറ്റഗറിക്കും ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും പോക്മാൻ. നമുക്കറിയാം പോക്മാൻ ഒരു മാങ്ക ക്യാരക്ടറാണ്, അത് ഏറ്റവും ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഓരോ ഏജിനനുസരിച്ചിട്ടും ഇവരുടെ ഹീറോസും കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വേൾഡ് തിരിച്ചറിയാൻ, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഒപ്പം നടക്കുക, അവരുടെ ഷൂ ഭാഗമായിട്ടുള്ള കൂടെ അവരുടെ ഷൂ എന്താണെന്ന് മനസ്സിലാവാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ കാലടി പിന്തുടരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് തകർക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്, ഒന്ന് തൊട്ടാൽ മതി. ആ തൊടാത്തോടത്തോളം കാലം നമ്മൾ സ്ക്രീനിൽ തൊടുന്നിടത്തോളം ആ ഒരു മതിൽ അടർന്നു വീഴില്ല. ആ മതിൽ അടർന്നു വീണെങ്കിൽ നമ്മൾ അവരെ തൊടുക. ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ടച്ച് കൊണ്ടോ ഒരു കമ്മ്യൂണിക്കേഷനെ കൊണ്ടോ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അയക്കാനുള്ള വഴി. അത് വളരെ എളുപ്പമാണ്, അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതുമായിട്ട് അവരുടെ ടേസ്റ്റുകൾ അറിയുക എന്നുള്ളതാണ്. അവർ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അത് ആ ഒരു ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത്. അത് പറഞ്ഞ അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ. ഏതായാലും വളരെ വലിയ ഇൻസൈറ്റ് ആണ്. നമ്മൾ ഈ ഒരു എപ്പോഴും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം, പക്ഷെ വളരെ ലളിതമായി ഇതിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് അല്ലേ, വളരെ നല്ലൊരു സൊല്യൂഷൻ ആണ് തോന്നുന്നത്. ആ സൊല്യൂഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തോണ്ട് നമുക്ക് എൻഡ് ചെയ്യിക്കാൻ തോന്നുന്നു. താങ്ക് യു സോ മച്ച്.